എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെഡിറ്റേഷൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് മെഡിറ്റേഷൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം? ഒരുപാട് പേർക്കറിയാം, ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എയിൽമെൻറ്റ്സിൻ്റെ പോകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് മെഡിറ്റേഷൻസിൻ്റെ ഉപയോഗം? ഇപ്പം നമ്മളെല്ലാവരും കുളിക്കുന്ന ആളുകളല്ലേ. അത് പ്രായം ഉണ്ടെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും ഒക്കെ നമ്മൾ കുളിക്കുന്ന ആളുകളാണ്. നമ്മൾ കുളിക്കുമ്പോൾ എന്താ ചെയ്യുക? വാതിലൊക്കെ അടച്ചിട്ട് നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കളയുന്നു. സെയിം പ്രോസസ്സാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എവിടെ ഡോറ് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കണ്ണുകൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ആ സൈലൻസിലിരിക്കുന്നു. എന്തിന്? നമ്മൾ വർഷങ്ങൾ കൊണ്ട് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് പേഷ്യൻസ് വേണം. ആ സൈലൻസിൽ ഇരിക്കാനുള്ള പേഷ്യൻസും വേണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻസ് കൊണ്ട് വണ്ടേഴ്സ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അൺവാണ്ടഡ് തോട്ട്സ് വരും. അത് കോമൺ ആണ്. നമുക്ക് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ആ പേഷ്യൻസോട് കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ 5 മിനിറ്റ്സ് എന്നുള്ളതിനെ നമുക്ക് ഒരു 5 മിനിറ്റ്സ് പ്രാക്ടീസ് ആദ്യം എടുക്കാം. ഓക്കെ, എന്നിട്ട് ആ 5 മിനിറ്റ്സിനെ ഉള്ളതിനെ നമുക്ക് സമയം കൂട്ടി കൊണ്ടുവരണം. അപ്പം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എ സ്റ്റാർട്ടർ ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 5 മിനിറ്റ്സ് കണ്ണുകൾ അടച്ച് ആ സൈലൻസുമായിട്ട് ഇരിക്കാൻ നോക്കുക. ഓക്കെ, തോട്ട്സ് വരും, അത് പോയിക്കോട്ടെ. പക്ഷെ വീണ്ടും നമ്മൾ നമ്മുടെ ബ്രെത്തിനെ ഫോക്കസ് ചെയ്യാം. സോ ഇതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആവും. നമുക്കുള്ള പെയിനെയൊക്കെ നമുക്ക് ഇപ്പം ബോഡി പെയിൻ ആണെങ്കിലും എന്ത് തരം എയിൽമെൻറ്റ്സ് ആണെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ വഴി നമ്മൾക്ക് അതിൽ നിന്ന് ഒരു റിലാക്സേഷൻ, ആ റിലാക്സേഷനിൽ എത്തുമ്പോൾ തന്നെ ഒരു 80% ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറും. നമ്മൾ അവെയർ ആവാൻ തുടങ്ങും. സോ ദാറ്റ്സ് എ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. സോ ഇതിന് ഏതൊരു കുട്ടിക്കാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കുറച്ച് നേരം കൊണ്ടെങ്കിലും തുടങ്ങാം. കണ്ണടച്ച് അവരെ ആ സൈലൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ സോറി പറയാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇപ്പോഴേ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് എന്തിനാണെന്നും പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് അവരവർക്ക് വേണ്ടിയിട്ടാണ്, ഇത് സെൽഫ് ലവ് ആണ്. ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ബാക്ക് ടു മെഡിറ്റേഷൻ. സോ നമുക്ക് കുഞ്ഞുങ്ങളെയും മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ നിങ്ങൾക്കിപ്പോൾ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആൻഡ് ഇഫ് യു ആർ റിയലി ലുക്കിംഗ് ഫോർ സംവൺ ടു ഗൈഡ് യു, ആത്മസൗഖ്യ ഈസ് ദെയർ. ഞങ്ങളൊരു ചെറിയ മെഡിറ്റേഷൻ പ്രോഗ്രാമായിട്ട് വരുന്നുണ്ട്. സോ അത് ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ബട്ട് ഈവൻ ദോ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന നല്ല കാര്യം, 5 മിനിറ്റ്സ് ഡെയിലി നിങ്ങളുടെ സോളിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബോഡീനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ആ 5 മിനിറ്റ് സൈലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻസിലൂടെ കാണാൻ പറ്റുന്നവരെ സെഷൻസിലൂടെ കാണാം. ഓൾവേസ് മൈ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്.